ഇന്നും നമ്മുടെ വേറൊരു യാത്രയുടെ വീഡിയോയിലേക്കാട്ടോ പോകുന്നത്. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനീ പോകുന്ന റോഡ് ഈരാറ്റുപേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന റോഡായത്. ഇവിടെ നമുക്ക് പാറത്തോട് എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു വഴിയുണ്ട്, അതിലെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് നോക്കാം. ഇത് നമ്മൾ മുണ്ടക്കയത്തു നിന്ന് കയറി വരുമ്പം മുണ്ടക്കയത്തു നിന്ന് കട്ടപ്പന പോകുന്ന വഴി, അതായത് നമ്മുടെ ഏലപ്പാറ കുട്ടിക്കാനൊക്കെ കൂടി പോകുന്ന വഴിയിൽ അതിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ആട്ടോ ഇത്. വലിയ ഒരു ഐസ്ക്രീമൊക്കെ കൊടുക്കുന്ന ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വ്യൂ ഉണ്ട്. ഫോറസ്റ്റ് ഒന്നുമല്ല, ഈ കൃഷികളൊക്കെ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ താഴെ കാണുന്നത്. അപ്പോൾ അതൊരു വലിയ കുഴപ്പമില്ലാത്ത വ്യൂ പോയിൻ്റാണ്. പിന്നെ അവിടെ നിന്ന് വരുമ്പം റോഡുകളൊക്കെ ഏകദേശം അങ്ങനത്തെ ഒരു സൈഡ് ഇങ്ങനെ വ്യൂ ഉള്ള ടൈപ്പ് റോഡുകൾ. എന്നാൽ നമുക്ക് വണ്ടി നിർത്താനുള്ള സൗകര്യമൊന്നുമില്ല. അതിപ്പോൾ ഞാൻ ഈ തൊട്ട് മുമ്പ് കാണിച്ച സ്ഥലത്ത് മാത്രമേ നമുക്ക് വണ്ടി നിർത്താൻ കുറച്ചെങ്കിലും ഒരു സ്പേസ് കാണുന്നുള്ളൂ. ബാക്കി ഒരിടത്തും അങ്ങനെ വണ്ടി നിർത്താനുള്ള ഒരു സൗകര്യമില്ല. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കാണുന്നത് വെള്ളച്ചാട്ടമായിട്ട്, ഇത് വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം. ഇത് സിനിമയിലൊക്കെ വന്നിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഇവിടെ ആയാലും നമുക്ക് വണ്ടികളൊക്കെ രണ്ട് സൈഡ് നിർത്താനുള്ള സൗകര്യമുണ്ട്, നല്ല സ്പേസുണ്ട്. പിന്നെ കച്ചവടങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ആ റോഡ് കണ്ടോ, അത്യാവശ്യം നല്ല വീതിയുണ്ട് ഇവിടെ. അവിടെ നിന്നായാലും രണ്ട് സൈഡിൽ നിന്നും വരുന്ന വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. അപ്പം നമുക്ക് പോകേണ്ട വഴിയിൽ നിന്ന് ഇച്ചിരി കൂടി മുമ്പോട്ട് കയറി വന്നിട്ടാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം എടുത്തേക്കുന്നത്. കാരണം ഇവിടുന്ന് ഇതിനൊരു 2 കിലോമീറ്റർ മുമ്പുള്ള സ്ഥലത്തു നിന്നാണ് നമുക്ക് വലത്തോട്ട് കയറി പോകേണ്ടത്. പാഞ്ചാലിമേട്ടിലേക്ക്. നമ്മൾ ഈ വെള്ളച്ചാട്ടം കൂടി എടുത്തിട്ടങ്ങ് പോകാൻ ഓർത്താണ്. പിന്നെ ഇതിപ്പോൾ വെള്ളം ഏകദേശം തീരെ കുറവാട്ടോ. ഇതിപ്പം ഡിസംബർ മാസത്തിൽ എടുക്കുന്ന വീഡിയോ ചെയ്താൽ, അപ്പം ഓൾറെഡി മഴയൊക്കെ കുറഞ്ഞല്ലോ. അല്ലെങ്കിൽ നല്ല രസമായി ഇച്ചിരി കൂടി വെള്ളമുള്ളപ്പം. ഇതിനു മുമ്പ് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആൾക്കാർ കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടൂറിസ്റ്റുകളെ. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളം കുറവാണ്. പിന്നെ താഴെ ഇറങ്ങിയൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അവിടെ. പിന്നെ നമ്മൾ അവിടുന്ന് അത് കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഞാനീ പറഞ്ഞില്ലേ ബാക്കിലൊരു 2 കിലോമീറ്റർ താഴെ വലത്തേക്കൊരു വഴിയുണ്ടെന്ന്, പാഞ്ചാലിമേട്ടിലേക്കുള്ള ആ വഴി കേട്ടോ ഈ കാണുന്നത്. ആ വഴിയും വീതി കുറവാണ്, എന്നാലും നല്ല റോഡാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ടൂറിസത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും അത്യാവശ്യം നല്ല റോഡാണ്. എന്നാലും സൈഡിൽ നിർത്തി കാണാനുള്ള സൗകര്യമൊന്നുമില്ല. ഇത് ഏകദേശം നമ്മൾ ടോപ്പിലെത്താറായി കേട്ടോ. പാഞ്ചാലിമേട് പാർക്കിങ്ങിൻ്റെ ഏരിയയിലോട്ട് എത്താറായി. ഇത് പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ നിന്ന് ഇച്ചിരി കൂടി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ എൻട്രൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ അവിടെയാണ്. നമ്മൾ ഇച്ചിരി അപ്പുറത്തോട്ട് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നു. ഇതുണ്ട് ഇവിടെ നോർമൽ എല്ലായിടത്തും കാണുന്ന പോലെ വഴിയോര കച്ചവടങ്ങൾ ഉണ്ട്, നല്ല രീതിയിലുണ്ട്. അത് ചായയും സ്നാക്സൊക്കെ ഉള്ളതും പിന്നെ പിള്ളേർക്ക് വേണ്ട സാധനങ്ങളുള്ളതും. പിന്നെ ഇവിടെ ഒരു അമ്പലത്തിൻ്റെയും പള്ളിയുടെയും ആർച്ച് കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ പാഞ്ചാലിമേടിൻ്റെ ഈ ടൂറിസ്റ്റ് കേന്ദ്രമില്ലേ, അവിടെ ഈ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇത് നമ്മൾ അതിൻ്റെ ഇതുണ്ട്, കല്ല് പാകിയിട്ട വഴികളൊക്കെ കണ്ടോ. പിന്നെ അവിടെ ആദ്യം ഒരു ബോർഡ് കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. പിന്നെ ഇവിടെ ഈ ബോർഡ് ഇവിടുത്തെ സിപ്പ് ലൈൻ, ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ ഇവിടെയാണ് ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ നോക്കാതെ ഇതുണ്ട്. ഇതിൻ്റെ ആർച്ചൊക്കെ സെറ്റ് ചെയ്തൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വൈകുന്നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും അത്. പിന്നെ ഗേറ്റിൽ തന്നെ നമുക്ക് അതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ആകുന്നത്. ഇവിടെ ഇത് ചെയ്തു വെച്ചേക്കുന്നതൊക്കെ ഒരു പഴയ കാലത്തിൻ്റെ ഈ കൽമണ്ഡപങ്ങളൊക്കെ ഇല്ല, ആ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നതൊക്കെ. പിന്നെ പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചുമ്മാ അതിൻ്റെ ഇമേജൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കുമല്ലോ, അന്നേരം കാണുന്ന കറക്റ്റ് ആംഗിൾ കേട്ടോ ഇത്. ഈ ഫോട്ടോയൊക്കെ ഞാൻ കറക്റ്റ് കണ്ടായിരുന്നു. അതായത് ഈ ആന ഇങ്ങനെ നിൽക്കുന്നതും ആനയുടെ തുമ്പിക്കയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന ആ ഒരു ഫോട്ടോ എല്ലായിടത്തും തന്നെ നമ്മൾ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ് അടിച്ച് നോക്കുമ്പോൾ ആ ഫോട്ടോ എപ്പോഴും കാണാം. പിന്നെ ആളുകളായാലും ഏറ്റവും കൂടുതൽ ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നതൊക്കെ അതൊരു നല്ല രസമുണ്ട്. ഈ ആനയുടെ കറക്റ്റ് നല്ല ഫിനിഷിങ്ങിൽ ആനയുടെ തല അങ്ങ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുപോലെ എൻ്റെ അപ്പുറത്ത് ഓർമ്മയുണ്ടോ, ഞാൻ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പം
മേളിൽ നിറച്ച ആൾക്കാരാണ്. ഇവിടെ കൂടുതലും വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ റെസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ ഇത് കാരണം ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമാണല്ലോ. ഇവിടെ വരുമ്പം കറക്റ്റ് ഇതിൻ്റെ അകത്ത് കയറുക നല്ലൊരു തണുപ്പ് കിട്ടും. അതിൻ്റെയൊക്കെ കാര്യം കൊണ്ട് എല്ലാവരും അവിടെ കുറേ നേരം ഇരുന്നിട്ടൊക്കെ ആയിരിക്കും മേളിലോട്ട് നടന്നു പോവുള്ളൂ. കണ്ടില്ലേ അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. ഇതുപോലെ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയും ഒരു കൽമണ്ഡപമുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ ഇങ്ങനെ ഈ ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് മുകളിൽ ഭാഗങ്ങളിൽ നിൽക്കരുതെന്നുള്ള രീതിയിൽ വെച്ചാൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി വരണം എന്നുള്ളൊരു സംഭവമാണ് അത് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ പുതിയ കാര്യങ്ങളുടെയൊക്കെ പണി നടക്കുന്നുണ്ട്. പിന്നെ സൈഡിലായാലും നമുക്ക് ഇവിടെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇപ്പം ഞാൻ കാണിച്ച ആനയുടെ സംഭവമൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആ സ്ഥലത്തിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കൂടുതൽ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെയൊക്കെ. ഇവിടെ ഇപ്പോൾ കാണുന്നതാണ് ആ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡപം പോലെ എന്തോ സംഭവം അവിടെ പണിയുന്ന. ഇതാട്ടോ നമ്മൾ താഴെ പറഞ്ഞില്ലേ ഏറ്റവും വലിയ സിപ്പ് ലൈൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യണമെന്ന്. അതിൻ്റെ കാര്യമായി കൊടുത്തേക്കുന്നത്. പിന്നെ ഈ മുകളിൽ വരെ ഇല്ല, മുകളിലത്തെ ഒരു എത്തുന്നതിൻ്റെ മുമ്പ് വരെ ഈ കല്ല് പാകിയ റോഡാട്ടോ മൊത്തം. പിന്നെ സൈഡിൽ അതിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല ഒരു വൃത്തിക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ. ഇതിപ്പം താഴെ നമ്മൾ കണ്ട കൽമണ്ഡപമില്ല, അതുപോലെ തന്നെ കണ്ടോ ഇട സൈഡിൽ ഒരെണ്ണം. പിന്നെ ഈ കല്ല് പാകിയ റോഡിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പം വല സൈഡിൽ ഒരെണ്ണം ഉണ്ട്. അവിടെ എല്ലാം ആൾക്കാർ ഇരിപ്പുണ്ട് കണ്ടോ. പിന്നെ ഓൾറെഡി ഇതൊരു കുരിശുമലയുടെ ഭാഗം കൂടി കേട്ടോ. ഈ സൈഡിൽ കൂടി കുരിശ് വെച്ചേക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ പ്രത്യേകിച്ച് താഴെ നിന്ന് വരുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ സാധാരണ ഹിൽ സ്റ്റേഷൻ കയറും. പിന്നെ ഇത് സാധാ നമ്മൾ ഈ ഇപ്പോൾ ഇടുക്കി കോട്ടയം ജില്ലയുടെ വെച്ച് പറയുകയാണെങ്കിൽ ഇലവിഴ പൂഞ്ചിറയും ഇല്ലിക്കല്ലൊക്കെയാണ് മെയിൻ ഹിൽ സ്റ്റേഷൻ വരുന്നത്. അത്രയും നമുക്ക് സ്ട്രഗിൾ ചെയ്ത് നടക്കാനുള്ളൊരു കാര്യമില്ല കേട്ടോ ഇവിടെ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്ലോപ്പേ ഉള്ളൂ, കണ്ടില്ലേ. നമുക്ക് ഈസി ആയിട്ട് നടന്നു കയറി പോവാം. വലിയ അങ്ങനെ ഇപ്പോൾ ഇല്ലിക്കല്ലൊക്കെ നമ്മൾ പോകുന്നെങ്കിൽ ആ കമ്പിയിലൊക്കെ പിടിച്ച് ഭയങ്കര കഷ്ടപ്പെട്ട് വേണം കയറിപ്പോവാൻ. ഇതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, ചെറിയ കുന്ന് പോലെ കിടപ്പുള്ളൂ. കാരണം ഓൾറെഡി ഈ മലയുടെ മുകളിൽ വരെ സ്വാഭാവികമായിട്ടുള്ള റോഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അധികം ഇങ്ങനെ കയറി നടക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഇപ്പോൾ ഏകദേശം നമ്മളാ ചെറിയ കുന്ന് പോലുള്ള സംഭവം കയറി ചെറുതാണ്ട മേളിലെ ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട്. ഇപ്പം അധികം തിരക്കില്ലാന്ന് തോന്നുന്നു. സാധാരണ ഇതിന് മുമ്പൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു ഉച്ച സമയമാണ്, ചിലപ്പോൾ ആളുകളൊക്കെ കൂടുതലും ഒരു 3 മണി 3:30 ഒക്കെ കഴിയുമ്പോഴായിരിക്കും വരുള്ളൂ. ഇതിലെല്ലാം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഈ സൈഡിൽ ഈ ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം. കാരണം അവിടെ റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല കാറ്റ് കിട്ടും. കാരണം 2 സൈഡിലേക്കും മലഞ്ചെരുവുകളാണ്, അപ്പോൾ പിന്നെ നല്ല കാറ്റുണ്ടാവും 2 സൈഡിൽ നിന്ന്. ഞാനിവിടെ ഒന്ന് കുറേ നേരം ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ വീഡിയോ എടുത്തത്. ഇതുണ്ട്, ഇത് ഏകദേശം നമ്മൾ പകുതി എത്തിയപ്പോഴുള്ള വ്യൂ ആണ്. പിന്നെ ഇവിടെ ഒരു ഐതിഹ്യമുള്ള എന്തോ ഒരു കുളവ് എന്തോ ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. അത് ആ കാണുന്ന വല സൈഡിൽ കണ്ടോ താഴെ, അതെന്തോ ഒരു പുരാണങ്ങളുമായിട്ട് എന്തോ ഒരു ഐതിഹ്യമുള്ളൊരു കുളമാണ് അത്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇത് സിപ്പ് ലൈനിൻ്റെ ഇവിടെ കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ഏറ്റവും വലിയ സിപ്പ് ലൈൻ ഇവിടെയാണ്. അതിലൊരാൾ പോകുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ ചെറിയ രീതിയിൽ. ഇത് അവിടെ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇത്ര നീളമുള്ളതായിട്ട് തോന്നില്ല കേട്ടോ. പക്ഷേ ഇതിവിടെ ഈ മലയുടെ പകുതി കയറിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ശരിയാണ്, സംഭവം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് കണ്ടോ, അവരിതാ പോകുന്നതാ, പകുതി പോലും ആയിട്ടില്ല അവർ. പിന്നെ ആ വെള്ളക്കെട്ട് പോലെ കാണുന്നതിൻ്റെ അവിടെ അതിൻ്റെ താഴെ ഒക്കെ ചെന്ന് ഇത് സിപ്പ് ലൈനിൽ ചെന്ന് ഇറങ്ങാനുള്ള സംവിധാനം അവിടെയാണ് കൊടുത്തേക്കണം. ഇവിടെ ഈ ഡാം പോലെ കെട്ടി വെച്ചേക്കുന്ന അതെന്തോ എന്തോ പുതിയ ആക്ടിവിറ്റീസ് തുടങ്ങാൻ വേണ്ടിയുള്ള ഇതാട്ടോ, ബോട്ടിങ്ങും അങ്ങനെ എന്തോ സംഭവമൊക്കെ. ഇത് നമ്മളാ മുകളിൽ കയറിയിട്ട് അതിൻ്റെ ഇപ്പുറ സൈഡില്ലേ, അതായത് ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യണേ. അതിൻ്റെ അങ്ങേ വശം ഇത്, അതായത് നമ്മുടെ കുട്ടിക്കാനം ആ സൈഡിലേക്കുള്ള നോക്കുമ്പോൾ കാഴ്ച ഒരു റോഡൊക്കെ പോകണുണ്ടോ. നമ്മൾ താഴ്ന്ന് കയറി വന്ന റോഡാണ് അത്. അതിൽ വണ്ടി ഇങ്ങനെ ചെരിഞ്ഞ് കയറി വരുന്നതാണ് ഒരു രസമുണ്ട് അവിടെ നോക്കുമ്പോൾ.
പിന്നെ അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് എത്തിയാൽ പിന്നെ ഒരു നിരപ്പ് പോലെയുള്ള സ്ഥലങ്ങളാട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ കുരിശ് ഇവിടെ സ്ഥിതി ചെയ്യണം. ഇതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ കുരിശുകളില്ല. ഇതുണ്ട് ഒരു എന്തോ മുനിയറ പോലത്തെ എന്തോ പണ്ടത്തെ സംഭവം തോന്നുന്നു. ഇതുണ്ട് ഈ കല്ലിങ്ങനെ ചെരിഞ്ഞിരിക്കണേ. ഇതുപോലെ തന്നെ നമ്മൾ മുമ്പോട്ട് നടന്നു പോകുമ്പോഴും ഉണ്ട്. അത് പിന്നെ ചിലപ്പോൾ ഇനി ഇതിൽ വെച്ചതാണോ അതോ നമ്മുടെ മൂന്നാർ മറയൂർ ഭാഗത്തൊക്കെ ഈ മുനിയറകളുണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ കാണില്ലേ, ആ ഒരു ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഇത് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ അല്ലാതെ ഇവിടെ ഉള്ളവരും എല്ലാം ഇതിൻ്റെ നിർമ്മാണത്തിനിടയ്ക്ക് ഇങ്ങനെ വെച്ചതാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ 2-3 കല്ല് നമ്മൾ ആ നടന്നു പോകുന്ന സമയത്തുമുണ്ട്. ഇതിപ്പോൾ മേളിലെത്തി കേട്ടോ. മേളിലെത്തിയാൽ പിന്നെ നിരപ്പായിട്ടാണ് വഴി കിടക്കുന്നത്. നമുക്ക് പിന്നെ കയറ്റമൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ അപ്പുറത്തോട്ട് ഇറങ്ങി താഴത്തോട്ട് പോകുമ്പോഴുള്ള ഒരു ചെറിയ വ്യൂവും കൂടി ഉള്ളൂ. ഇത്രയും കാഴ്ചകളെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേളിലുള്ളൂ. ഇവിടെ ഉള്ള തിരക്കും ആൾക്കാരെ വെച്ച് ഇത് ഞാൻ പറഞ്ഞില്ല മുമ്പ് വേറെ ഒരെണ്ണം ഉണ്ടെന്ന്. അതായത് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും വെച്ച് നമുക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകളെല്ലാം ഈ മല ഒന്ന് കയറിയിട്ട് ജസ്റ്റ് അവർ താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് പിന്നെ ആ കൽമണ്ഡപങ്ങളില്ലേ, അവിടെ ഈ ഫാമിലിയായിട്ട് അവിടെ ഇരിക്കും, വർത്തമാനം പറയും. പിള്ളേരൊക്കെ അതിൽ ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട്. മെയിനായിട്ട് ഇവിടെ വരുന്ന ഒരു ഫാമിലി അങ്ങനെ ഒരു സ്പോട്ടാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്. ഈ നടപ്പും കാര്യങ്ങളും അത്ര ആൾക്കാർ ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് പിന്നെ അപ്പുറത്തോട്ട് പിള്ളേരെ കൊണ്ടൊക്കെ പോകാനുള്ള ഒരു മടി കൊണ്ടായിരിക്കും. എന്നാലും അവർ കയറുന്നുണ്ട്. കൂടുതൽ സമയം എനിക്ക് അവർ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നിയത് ഈ പറഞ്ഞ പോലെ ആ മണ്ഡപങ്ങളിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നി. പിന്നെ മേളിൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ആ മലയുടെ ഏകദേശം ഹൈറ്റിൻ്റെ ടോപ്പിൽ നമ്മളെത്തി. ഇനി ഇച്ചിരി കൂടി അപ്പുറത്തോട്ട് ഞാൻ ഒരു ചേട്ടനോട് ചോദിച്ചു ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പം ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതാട്ടോ ഇവിടെ ഏകദേശം അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം ഇത്. ഇനി ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ഇറക്കമാണ്. ഞാൻ എന്തായാലും അപ്പുറത്തേക്കും കൂടി ചുമ്മാ പോയി നോക്കി എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി. അവിടെ അധികം ആൾക്കാരങ്ങനെ പോകാറില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇച്ചിരി പുല്ലും കാടൊക്കെ ഇച്ചിരി കൂടുതലായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മറ്റിടത്തെ പോലെ ഇച്ചിരി വീതി കൂടിയല്ല ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലേക്കും പോവാം. ഞാനെന്തായാലും താഴെയും കൂടി പോയി 2 ഇതെടുത്തിട്ട് വരാമെന്ന് ഓർത്തു. ഇത് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉള്ള ഇവിടെ 2-3 പേര് ഇപ്പോൾ ഉണ്ട്. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉള്ള വ്യൂ ആട്ടോ ഇത്. ഇപ്പുറ സൈഡിലേക്ക് ഏകദേശം നമ്മൾ താഴെ നിന്നുള്ള വ്യൂ എല്ലാം കണ്ട് വരുമ്പോൾ നമുക്കിത് വലിയൊരു ഇതായിട്ട് തോന്നത്തില്ല. കാരണം അപ്പുറ സൈഡ് ഇതിലും നല്ല രസമാണല്ലോ. കാരണം അത് തന്നെയല്ല, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഹൈറ്റും നമുക്ക് കുറഞ്ഞു പോകണതായിട്ട് അറിയാം. കാരണം കുറേ ഇറങ്ങി വന്നു കഴിയുമ്പോഴുള്ള വ്യൂ ആയത്. ഇവിടെ താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു പള്ളിയൊക്കെ കാണാം. പിന്നെ റോഡുകൾ, കുറേശ്ശെ കെട്ടിടങ്ങൾ. പിന്നെ മേളിൽ നിന്ന് ആരണ്ട് പറയുന്നിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശബരിമലയോ ആ സൈഡ് എന്തോ കാണാമെന്ന് പറയുന്നു. ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം പത്തനംതിട്ട ആ സൈഡൊക്കെ കാണാമായിരിക്കും ചെറുതായിട്ട് ഇവിടെ നിന്ന്. അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ച് കയറി വന്നു കേട്ടോ. അപ്പോൾ അത് പിള്ളേരൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട് കാണാൻ വേണ്ടി. ഈ കുറച്ച് പേര് കയറി പോകുന്ന കാണുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അപ്പുറം നിൽക്കുന്നവർ അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് ഓർത്ത് വരുമല്ലോ. അങ്ങനെ വരുന്നതായിരിക്കും. കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ഈ പുല്ലൊക്കെ നല്ല വലിപ്പമുള്ള പുല്ലാട്ടോ. നമ്മളെക്കാളും പൊക്കമുണ്ട് ഈ പുല്ലിന്. ഇതിൻ്റെ ഇടയിൽ നിന്ന് നിൽക്കുമ്പം അകലെ നിന്ന് കാണുമ്പോൾ ചെറിയ പുല്ല് പോലെ തോന്നും. പക്ഷേ അടുത്ത് വരുമ്പം ഇതിൻ്റെ അപ്പുറത്തൊരാൾ എന്തെങ്കിലും നിന്നാൽ പോലും കാണാൻ പറ്റില്ല. അതുപോലെ വലിയ പുല്ലായത്. ഞാൻ മുമ്പേ ആ വലിയ കുരിശെന്ന് പറഞ്ഞാലും അത് അന്നേരം വീഡിയോയിൽ കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ ആ വലിയ കുരിശ് ഇവിടം വരെ കുരിശുള്ളൂ. തിരിച്ച് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു 3 മണി എന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വന്നപ്പോൾ അത്യാവശ്യം കണ്ടില്ലായിരുന്നു. നമ്മൾ അങ്ങോട്ട് കയറിപ്പോയ പോലെയാണെന്ന് നോക്കി. ഇപ്പോൾ നല്ല ആൾക്കാരായതുകൊണ്ടോ താഴത്തോട്ടൊക്കെ നോക്കി. ഇപ്പോൾ ശരിയാണ്, ഇവിടെ വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. വൈകുന്നേരവും രാവിലെ വന്നാൽ ചിലപ്പോൾ നമുക്ക് കോടമഞ്ഞ് കയറി വരുന്നതൊക്കെ കാണാൻ പറ്റുമായിരിക്കും. കണ്ടോ, ഇപ്പോൾ അത് അത്യാവശ്യം എല്ലായിടത്തുനിന്ന് ഞാൻ ആ പറഞ്ഞ ചെയറുകളൊന്നും മുമ്പേ വന്നപ്പോൾ നമ്മൾ പറഞ്ഞെങ്കിലും അത് എവിടെ ഇരിക്കണമെന്നൊന്നും കാണത്തില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ സൈഡിൽ കൂടെ ആൾക്കാരെല്ലാം ഇരിക്കുന്ന ആ ഒരു ഇത് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് താഴത്തോട്ട് നമ്മളാ പറഞ്ഞ കാഴ്ചകളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരാളും
അനക്കമൊക്കെ ഉള്ള ഒരു ഇത് ഇപ്പോൾ നമുക്ക് നോക്കുമ്പം കാണാം. ഏതായാലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ആൾക്കാരുള്ള സമയത്താണ് അത് ഒരു കാണാനൊരു രസം. ആളും അനക്കം ഇല്ലാണ്ട് കിടന്നാൽ തന്നെ ഒരു സുഖമില്ല നമുക്ക് കാണുമ്പോൾ. ഇപ്പോൾ എന്തായാലും ആ ഒരു വൈബിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സ്ഥലം. ഇതുകൊണ്ട് എത്ര പേരാന്ന് നോക്കി. ആ താഴെ കാണുന്ന കൽമണ്ഡപത്തിൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അധികം കയറി എടുക്കാത്ത. എന്നാലും കുറച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗമൊക്കെ അതിൻ്റെ ആ ഒരു ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഈ താഴെ ഇരിക്കുന്നതിൻ്റെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ആ കല്ല് പാകിയ വഴി നേരെ പോയിരിക്കുന്ന നമ്മുടെ ആ സിപ്പ് ലൈനില്ലേ, ആ അവിടം വരെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്താ കാണുന്ന ഒരു ചെറിയ വഴി പോലെ കാണുന്ന അത് ഓഫ് റോഡിൻ്റെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ജീപ്പുകളൊക്കെ കുറവാണ്. 2 ജീപ്പ് എന്തോ അവിടെ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഓഫ് റോഡിന് അത്ര ഒരു പ്രാധാന്യം ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ അതിലങ്ങോട്ട് പോയാൽ എങ്ങോട്ടുള്ള വഴിയാണെന്നും അറിയില്ല. വേറെ എന്തെങ്കിലും വ്യൂ പോയിൻ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ വാഗമണ്ണിൽ നിന്നൊക്കെ നമുക്ക് ഓഫ് റോഡ് ജീപ്പിൽ ഉളുപ്പൂണി അങ്ങനെയുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു സ്പോട്ടിനെ പറ്റി ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. ഇതാട്ടോ ആ കൽമണ്ഡപത്തിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു വലിപ്പവും കാര്യങ്ങളും അതിനുള്ള നല്ലൊരു രസമുണ്ട് ഇത് കാണാൻ. ഈ കാണുന്ന മുകളിലേക്കുള്ള വഴിയില്ല, ജീപ്പിൻ്റെ സൈഡിൽ കൂടെ, അത് ഇവിടുത്തെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. അത് ഇച്ചിരി കൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യണ ആ സ്ഥലത്തേക്ക് എത്താം. ഇത് ഞാൻ പറഞ്ഞ ഓഫ് റോഡിൻ്റെ ഒരു ജീപ്പ് ഇവിടെ കിടപ്പുണ്ട്. കുറച്ച് മുമ്പ് ഞാൻ മേളിൽ നിന്നപ്പോൾ ഒരു ജീപ്പ് അങ്ങോട്ട് പോകുന്നത് കണ്ടായിരുന്നു. അപ്പം ഇത് നമ്മളാ കയറി വന്നപ്പോഴുള്ള സ്പോട്ടിലെത്തി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 2 ആന ഉണ്ടെന്ന്. ആനയുടെ മറ്റേ സൈഡിലേക്കും കൂടി പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ കൽമണ്ഡപം ഈ 2 ആനയുടെയും പുറകിലുള്ളതാണ് കേട്ടോ. അതിൻ്റെ അടുപ്പിച്ച് 2 ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു കൽമണ്ഡപം ഉണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നതുണ്ട്. മേളത്തെ എല്ലാം ചെറുതാണ്. ഇതുണ്ട്, ഇതാണ് 2ാമത്തെ ആന. ഇവിടെയൊക്കെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അത് നിർമ്മിച്ച് വെച്ചേക്കുന്നത്. പിന്നെ കണ്ടില്ലേ ആ പുൽത്തകിടിയിലൊക്കെ ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നു, ഇരിക്കുന്നു. ഇവിടെ കൂടുതലും അങ്ങനെ ഇവിടുത്തെ ഈ ശരിക്കും പറഞ്ഞാൽ ഹിൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലൈമറ്റ്, ഒരു തണുപ്പും കാറ്റും ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥയിൽ നമ്മൾ നിന്നിട്ട് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടും. ആ ഒരു സംഭവമാണ് മെയിനായിട്ട് നമുക്കിവിടെ വരുമ്പം ഫീൽ ചെയ്യുന്നത്. നമ്മൾ മുമ്പേ ടിക്കറ്റ് എടുത്ത കൗണ്ടറാണ് അത്. നമ്മൾ ഏകദേശം ഇവിടുത്തെ കാഴ്ച കണ്ട് പുറത്തിറങ്ങി കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4:30-5 മണിയെങ്ങാണ്ടായെന്ന് തോന്നുന്നു ഞാൻ ഇറങ്ങി വരുമ്പോൾ. ഇത് ഇത്രേ ഉള്ളൂ. ഇത് മറ്റേ ഇത് കുരിശുപള്ളിയുടെ ആർച്ച്, അതിൻ്റെ തൊട്ടപ്പുറം തന്നെ അമ്പലത്തിൻ്റെ ആർച്ചുണ്ട്. എന്തായാലും ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി കാലം കഴിയുമ്പോഴത്തേക്കും വേറെ കുറേ ആക്ടിവിറ്റീസൊക്കെ വരുമായിരിക്കും. അപ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണവും കൂടും. ഇപ്പോഴും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ കേട്ടോ. നമ്മളിവിടെ വന്നു, ഇവിടുന്ന് ചായയും കുടിച്ച് നമ്മൾ നേരെ തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു സ്ഥലമായിട്ട്